അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. മിസ് ഒരു മിനിറ്റ്, ഈ എയിംസ് ക്യാമ്പസിന് എന്താ അത്ര പ്രത്യേകത? എയിംസ് കോളേജിന്റെ പ്രത്യേകതയാണോ? അപ്പോൾ ആദ്യം നമ്മൾ എന്തറിയണം, എയിംസ് എന്താണെന്ന് അറിയാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണ് എയിംസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 20 കോളേജ് ക്യാമ്പസുകളാണ് എയിംസിനുള്ളത്. അതിൽ തന്നെ ടോപ്പ് പൊസിഷനിലുള്ളത് എയിംസ് ന്യൂഡൽഹിയാണ്. എയിംസിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ പാസ്സാവേണ്ടത് നീറ്റ് UG എക്സാമാണ്. നീറ്റ് UG എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 7-10 മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ജിപ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്ത്യയിൽ ഒട്ടാകെ ഒരു കോളേജ് മാത്രമേ ഈ ജിപ്മർ ആയിട്ടുള്ളൂ. അത് പോണ്ടിച്ചേരിയിലാണ്. ജിപ്മറിൽ അഡ്മിഷൻ കിട്ടാനും നമ്മൾ നീറ്റ് UG എക്സാം തന്നെയാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. ഒരു 700 മാർക്സ് ഒക്കെ വേണം. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എയിംസിനും ജിപ്മറിനും ഇത്ര ഇമ്പോർട്ടൻസ് നീറ്റ് UG ആസ്പിറൻസ് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്രമാത്രം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ ഫെസിലിറ്റീസും എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ ഹയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ടോപ്പ് നോച്ച് ഫെസിലിറ്റീസ് ആണുള്ളത്. യെസ്, അതുപോലെ തന്നെ ബെറ്റർ ലേണിംഗ് എൻവയൺമെന്റ് വിത്ത് എ ലാർജ് ലൈബ്രറി ആൻഡ് എ ഗുഡ് ഫാക്കൽറ്റീസ്. നല്ല ഫാക്കൽറ്റീസും വലിയ ലൈബ്രറി ഒക്കെ നമുക്ക് റിസർച്ച് ചെയ്ത് നമുക്ക് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എയിംസിന്റെയും ജിപ്മറിനെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ബൈ.